നമസ്കാരം സുഹൃത്തുക്കളെ, ഷാഫിയാണ് വയനാട്. നമ്മുടെ വീടിന്റെ മുമ്പിൽ 3 വർഷമായിട്ട് സ്ഥിതി ചെയ്യുന്ന KSB മീറ്ററിന്റെ ഉള്ളിലുള്ള ചെറുതേനീച്ചക്കൂട് ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ എല്ലാ തേനീച്ചകളും പുറത്തുണ്ട്. എന്താ കാരണമെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത്, ചെറുതേനീച്ചയുടെ കൂട്ടിലേക്ക് പുറത്തുനിന്ന് എവിടുന്നോ മറ്റുള്ള തേനീച്ചകൾ വന്ന് അതിൽ കൂട് കൂട്ടാൻ സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തേനീച്ചകൾ പുറത്തിറങ്ങുകയും അതിലുള്ള തേനുകളൊക്കെ പുറത്തിറങ്ങുകയും അത് ഭക്ഷിക്കാൻ ഉറുമ്പുകൾ വരികയും എന്നെ കണ്ണിൽപ്പെടുകയുണ്ടായി. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല മെഡിസിൻ വാല്യുള്ള പ്രകൃതിദത്തമായ ഏറ്റവും ഔഷധ ഗുണമുള്ള ചെറുതേനായതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും കളയാതെ നമ്മൾ മാക്സിമം അത് കണ്ട അടിസ്ഥാനത്തിൽ നമ്മൾ എന്താക്കി ആ സ്പൂണിലേക്ക് മാറ്റി. നമ്മുടെ KSB മീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ നിന്നില്ല. നമ്മളതെന്തായാലും എടുത്ത് മാറ്റി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ആ KSB മീറ്റർ നമ്മൾ അവിടെ നിന്ന് മാറ്റുകയും അവിടെ പുതിയ മീറ്റർ വെക്കുകയും അതിൽ നിന്നുള്ള തേനീച്ചയെ കളക്ട് ചെയ്യുന്നതുമായുള്ള വീഡിയോകളാണ്. അപ്പോൾ എല്ലാവരും എന്താക്കുക, മാക്സിമം ഷെയർ ചെയ്ത് ഇതൊന്ന് കാണുക. കാരണം ഒരു തേനീച്ചക്കുള്ളിൽ നിന്ന് എത്രത്തോളം തേൻ കിട്ടുന്നതും എത്രത്തോളം റിസ്ക് ഉണ്ടെന്നും എടുക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസാണ്. അപ്പോൾ എന്തായാലും മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ തുടർന്ന് കാണുക. നമസ്കാരം സുഹൃത്തുക്കളെ, ഷാഫിയാണ് വയനാട്. അപ്പോൾ നമ്മൾ മുമ്പ് കാണിച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടു നമ്മളെ മീറ്റർ ബോക്സിന് തേനൊക്കെ ഒലിച്ചു വരുന്നത്. ഇന്ന് നമ്മൾ ആ മീറ്റർ ബോക്സ് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ പോവാണ്. കൂട് തുറന്നപ്പം നല്ല കോളേജാണ്. പക്ഷെ ഇത് നമ്മുടെ സീസൺ അല്ല കേട്ടോ. ഇപ്പോഴല്ല ഇത് എടുക്കുന്നത്. പക്ഷെ നമുക്കിവിടെ മഴയൊക്കെ വന്നപ്പം കറണ്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട്, ഫീസൊക്കെ പോയി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായപ്പോഴാണ് നമ്മൾ എന്താക്കുന്നത്. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മീറ്റർ ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ശുദ്ധമായ ഔഷധ ഗുണങ്ങൾ കൂടിയ ചെറുതേന്. മീറ്റർ ബോക്സിനുള്ളിൽ ഇതുപോലെ മിക്ക വീടുകളിൽ ഇങ്ങനെ നമുക്ക് കിട്ടാറുണ്ട്, നമ്മൾ പോയി എടുക്കാറുമുണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പൂമ്പൊടി ഉണ്ടാവും, പിന്നെ ചെറുതേനീച്ചയുടെ മുട്ടയുണ്ടാകും. അതൊക്കെ എല്ലാം നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് മറ്റൊരു കൂട് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇതിനുള്ള എല്ലാം നമുക്ക് ആവശ്യമാണ്. മാത്രമല്ല ഇവിടെ നിലവിലുള്ള ഈ കൂട് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം. കാരണം തൊട്ടടുത്ത് തന്നെ നമ്മൾ അടുത്ത ഒരു മീറ്റർ ബോക്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഈച്ചകൾ കയറി കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കണം. ഓക്കെ, ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഒരു ചെറുതേനീച്ചയുടെ കൂട്ടിൽ നിന്നും തേനെടുക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എത്രത്തോളം തേൻ നമുക്ക് കിട്ടുന്നുള്ളതും, എങ്ങനെ നമുക്ക് തേനെടുത്തത് ശുദ്ധീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോസാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഇത് കാണുക. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ഒക്കെ തേനാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗത്തുള്ളതാണ് മുട്ട. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മഴ സീസൺ ആയതുകൊണ്ട് ഇതിൻ്റെ ആ സമയം ഇപ്പോഴല്ല തേനെടുക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ പ്രതീക്ഷിച്ച തേന് കിട്ടിയില്ലെങ്കിലും നമുക്ക് എന്തായാലും ഒരു ചെറിയ തോതിൽ തേന് കിട്ടും. ഞാൻ മുമ്പ് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ചെറുതേനീച്ചയുടെ കൂട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി തേനൊന്നും കിട്ടാറില്ല. വളരെ കുറച്ച് ഒരു 250-300 തേനെ നമുക്ക് കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും ചെറിയ ഈച്ചകൾ ശേഖരിക്കുന്ന ശുദ്ധമായ തേനിന് മെഡിസിൻ വാല്യൂ കൂടുതലാണ്. അതായത് നമ്മൾ ചെറുതേനീച്ചയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഈച്ചയാണ് ചെറുതേനീച്ച. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പൂക്കളിൽ വരെ പോയിട്ട് തേനെടുക്കുവാനുള്ള ഒരു കഴിവ് ചെറുതേനീച്ചക്കുണ്ട്. നമ്മൾ വീടിന്റെ പരിസരത്തായാലും കാട്ടിലായാലും ഒക്കെയുള്ള ഏറ്റവും ചെറിയ, അതായത് ഉദാഹരണത്തിന് പറയാം, നമ്മൾ തൊട്ടാർവാടിന്റെ പൂവ്, തുമ്പപ്പൂവ്, തുളസിപ്പൂവ്, ബ്രഹ്മിപ്പൂവ്, കിയാർനെല്ലിപ്പൂവ്, നിലന്തങ്ങ്, നിലപ്പച്ച, മുക്കുറ്റി, ഇതുപോലുള്ള ഔഷധ ഗുണങ്ങൾ കൂടിയ ഏറ്റവും ചെറിയ പൂക്കളിൽ വരെ പോയിട്ടും ചെറുതേനീച്ച തേനെടുത്തു കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ ചെറുതേനീച്ചയുടെ തേൻ എപ്പോഴും മെഡിസിൻ വാല്യൂ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റമൂലി മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് വൈദ്യന്മാർ നിർദ്ദേശിക്കുന്നത് ചെറുതേൻ ഉപയോഗിക്കാനാണ്. അതും ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റി. നമ്മൾ ഈ ചെറുതേൻ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കളക്ട് ചെയ്യാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ചെറുതേന് അവിടെയൊക്കെ 1 കിലോ ചെറുതേന് വിൽക്കുന്നത് 20,000 രൂപക്ക് വരെ ശുദ്ധമായ ചെറുതേൻ, ഇതുപോലെ കാട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ചെറുതേന് അവർ വിൽക്കുന്നുണ്ട്. കാരണം അത്രയ്ക്കും ഹൈ മെഡിസിൻ വാല്യൂ ആണ്. നമ്മളെ പ്രദേശം എങ്ങനെയാണോ അത് കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ തേനിന്റെ മെഡിസിൻ വാല്യൂ നമുക്ക് മനസ്സിലാക്കുക. കാരണം നമ്മുടെ പ്രദേശത്ത് ഏതൊക്കെ പൂക്കൾ ഉണ്ടാവും നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇപ്പൊ വയനാട് ആണെങ്കിൽ നല്ല കാലാവസ്ഥ, പ്രത്യേകം തണുപ്പ്, ആ ഭാഗത്ത് വിരിയുന്ന പൂക്കൾ. ഇടുക്കി ആകുമ്പോൾ ആ രൂപത്തിൽ ഓരോ ജില്ലക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. തേനിന് വ്യത്യാസമുണ്ട്, ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ചെറുതേനിന് മൊത്തത്തിലൊരു പുളിപ്പ് രുചിയായിരിക്കും ഉണ്ടാകുക. കാരണം ഈ പുളിപ്പ് രുചി വരാനുള്ള കാരണം ഇതിന്റെ പൂമ്പൊടി ഭയങ്കര പുളിപ്പായിരിക്കും. ഏറ്റവും കൂടുതൽ ഒരു മെഡിസിൻ വാല്യൂ ആണ് ചെറുതേനീച്ചയുടെ പൂമ്പൊടിക്ക്. നമ്മളെ
മുട്ടുവേദന, കൈവേദന, കാലുവേദന, മുട്ടിലെ ജോയിന്റ് ഉള്ള വേദനകൾക്ക് പൂമ്പൊടി, ചെറുതേനീച്ചയുടെ പൂമ്പൊടി കഴിക്കുന്നത് ഒരുപാട് ഗുണമാണ്. നമ്മളിപ്പം ഈ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന ഇത് നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും, ഒരു ഇങ്ങനെ എടുക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി എടുക്കുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ മുമ്പ് കട്ട് ചെയ്തെടുത്താണ്ടില്ലേ, അതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ ഈ തേനീച്ചയുടെ കൂട്ടത്തിൽ നിന്നും ഒരുപാട് നമുക്ക് കിട്ടാൻ പറ്റുന്നതും നമ്മൾ കൈകൊണ്ട് എടുക്കേണ്ടതൊക്കെ ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ കൈകൊണ്ട് തന്നെ എടുക്കും. അത് നമ്മൾ സ്വന്തം പർപ്പസിന് യൂസ് ആക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ പരിപാടിയാണ്, ഒരു കൂട് തുറക്കുക, ആ കൂട്ടിൽ നിന്നും കത്തി കൊണ്ട് മുറിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷെ ഇത് നമ്മൾ വളരെ കെയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ റാണിയെയും മുട്ടയെയും കിട്ടുകയുള്ളൂ, അടുത്തൊരു കൂട് സെറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഇത് നമ്മൾ ഒരു കൂടപ്പുറം സെറ്റ് ചെയ്യണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊന്നും ഒരിക്കലും ആരും പോയി അംഗീകരിക്കരുത്. കാരണം അതിൻ്റെതായ ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. കാരണം KCB മീറ്ററാണ്, ആ മീറ്ററിനുള്ളിൽ പോയിട്ട് നമുക്കത് എങ്ങനെ മാറ്റാന്നുള്ളതും അതെങ്ങനെ അയച്ചെടുക്കാന്നുള്ളതും അതിൻ്റെ ഒരു ചെറിയൊരു അറിവ് നമുക്ക് ഉണ്ടാവാതെ ഒരിക്കലും എന്താക്കരുത്, ആരും പോയി അനുകരിക്കരുത്. നമ്മളത് മുമ്പ് KCB വിളിച്ച് പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ മീറ്ററിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളതിൽ നിന്നും തൊട്ടടുത്തൊരു മീറ്റർ ബോക്സ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് കണക്ഷൻ തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താക്കുന്നത്, ഇവിടുന്ന് ഈ മീറ്റർ ബോക്സ് അതിനുള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളറിയപ്പെട്ട ഒരു ഇലക്ട്രീഷ്യനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. കാരണം ഇലക്ട്രീഷ്യൻ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രീഷ്യൻ മൂപ്പർ വന്നപ്പോഴാണ് നമുക്ക് എന്താക്കിയത് എടുക്കാൻ ഉള്ളൊരു ധൈര്യം കിട്ടിയത്. കാരണം ഒരിക്കലും നമുക്ക് ഈ ഒരു പരിപാടി അറിയില്ല. ഓക്കെ, ഇതാണ് നമ്മളെ കൈകളൊക്കെ ആയിട്ട് നമ്മൾ ചുമരിൽ നിന്നൊക്കെ ഊറ്റിയെടുത്ത ആ ചെറുതേന്. ഇത് നമ്മളെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കും. അതിപ്പം തന്നെ മക്കളൊക്കെ സ്കൂളിലാണ്, മക്കൾ വിട്ടു വരുമ്പോൾ മക്കൾക്ക് കഴിക്കാൻ തന്നെ അതുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളിത് കണ്ടില്ലേ, ഇതാണ് ഒന്നാന്തര ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഇപ്പം കിട്ടിയ ശുദ്ധമായ പൂമ്പൊടി കലർന്ന ഏറ്റവും നല്ല മെഡിസിൻ വാല്യുള്ള ശുദ്ധമായ ചെറുതേൻ. ഓക്കെ, ഇതിൽ ഈ മഞ്ഞ കളറിൽ കാണുന്നുണ്ടല്ലോ, അതാണ് പൂമ്പൊടി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പൂമ്പൊടിയുടെ ഗുണങ്ങൾ. അതിനെ അറിയാത്ത ചില സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ബീ പോളൻ ബെനിഫിറ്റ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ബീ പോളൻ, അതായത് പൂമ്പൊടി, ഈ പൂമ്പൊടിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാവരും കരുതും ഇതൊരു മഞ്ഞ പൗഡറാണല്ലോ എന്നുള്ളത്. പക്ഷെ അതൊന്നുമല്ല, ഇതിന് ഒരുപാട് മെഡിസിൻ വാല്യൂ ആണ് ഉള്ളത്. മാത്രമല്ല മദർ ഓഫ് ദ മെഡിസിൻ വരെ ഈ ചെറുതേനെ വിശേഷിപ്പിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കഴിക്കുമ്പം നല്ല തേന് വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക. തേന് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഒരുപാട് നമുക്ക് കിട്ടും. പക്ഷെ വിശ്വാസയോഗ്യമായ ആളുകളിൽ നിന്ന് നമുക്ക് വിശ്വസിച്ച് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട തേനുകൾ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് ശുദ്ധമായ നല്ല തേന് നമുക്ക് ലഭ്യമാകും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുവരെ കഴിച്ച തേനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ശുദ്ധമായ തേൻ നമ്മുടെ അടുത്തുണ്ട്, ഒന്ന് വാങ്ങി ടെസ്റ്റ് ചെയ്തോളൂ. ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ല പൂമ്പൊടി മുമ്പ് കാണിച്ച ഈ മഞ്ഞ കളറുള്ള ഇതാണ് പൂമ്പൊടി. അതിൻ്റെ ഉള്ളിൽ അറകളിൽ തേനാണ്. ആ ഗോൾഡൻ, വൈറ്റ്, ബ്ലാക്ക് കണ്ടില്ലേ, അതൊക്കെ തേനുകളാണ്. ഈ തേൻ നമ്മളിനി ഒന്ന് ശുദ്ധീകരിച്ച് എടുക്കണം. കാരണം മറ്റുള്ള തേൻ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഇതിൽ നിന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ ഒരു പാത്രം വെച്ചു, ഒരു വെള്ള തുണി വെച്ചു, ഒരു അരിപ്പ വെച്ചിട്ട് ഈ അരിപ്പയിലേക്കാണ് എന്താക്കുന്നത് നമ്മളെടുത്ത തേനിനെ നമ്മൾ അതിലേക്ക് മാറ്റുകയാണ്. അപ്പം മാക്സിമം തേനുകൾ എന്താക്കും ഈ അരിപ്പയെ കൂടെ ചാടി തുണിയിലേക്ക് വന്ന് ചാടും. ശേഷം നമ്മൾ എന്താക്കണം, ഈ അരിപ്പയിൽ നിന്നും തുണിയിലേക്ക് മാറ്റി തുണിയിൽ നിന്ന് നമ്മൾ തേന് പിഴിഞ്ഞെടുക്കുക ചെയ്യേണ്ടത്. ചില ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന മെഴുകും അതിൻ്റെ വേസ്റ്റും മുട്ടയും ഒക്കെ കൂടി പിഴിഞ്ഞെടുക്കുമ്പോഴാണ് ഈ ചെറുതേൻ ഒരു ബ്ലാക്ക് കളറിലേക്ക് പോകുന്നത്. കാരണം ചെറുതേൻ ഒരിക്കലും ബ്ലാക്ക് കളറിലേക്ക് പോകൂല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാവൽപ്പഴം അങ്ങനെയുള്ള മരങ്ങളുടെ തേനെടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ പ്രത്യേക ഒരു മരത്തിന്റെ കറകൾ ഉപയോഗിച്ച് തേനെടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് കളറിലേക്ക് വരുന്നത്. പക്ഷെ നമ്മളൊരിക്കലും തേനെടുക്കുമ്പം അത് ഞാൻ ഇപ്പോൾ മാറ്റി വെക്കുന്നത് അതൊക്കെ മെഴുകുകളാണ്. മെഴുകുകൾ എടുക്കാതെ തേനുകൾ ഉള്ള അറകൾ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ അരിപ്പയിലേക്ക് ഇതുപോലെ മാറ്റുക. ഓക്കെ, എന്തായാലും നമ്മൾ ഒരു കൂട്ടിൽ തേനെടുക്കുക, നമ്മൾ വിചാരിക്കും പെട്ടെന്ന് പരിപാടിയാണ് ഒരു കൂടുതൽ തേനെടുക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെ നമ്മൾ വളരെ കെയർ ചെയ്ത് എടുത്താലാണ് നമുക്ക് ആ തേന് വർഷങ്ങളോളം കേടുകൂടാതിരിക്കാൻ വരെ പറ്റുള്ളൂ. 5000 വർഷം വരെ തേന് കേടുകൂടാതെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം തേൻ ഒരിക്കലും കേടാവില്ല. പക്ഷെ അതിൻ്റെ സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മളത് എന്താക്കണം, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ,
നമ്മൾ തേനെടുത്തതിന് ശേഷം അത് അരിപ്പയിലേക്ക് മാറ്റി ശേഷം ഇതുണ്ടോ ഈ തുണിയിലേക്കാണ്, നല്ല വൈറ്റ് കോട്ടൻ്റെ തുണിയിലേക്കാണ് ഇത് ചെന്ന് ചാടുന്നത്. മാക്സിമം ഓരോ ചെറിയ ചെറിയ കണങ്ങളായിട്ടേ ഇത് വീഴുള്ളൂ. നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇതിനെ നല്ല കൈ കൊണ്ട് മുറുക്കി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചണ്ടിയും വേസ്റ്റും ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. കാരണം എന്താണോ നമുക്കതിന് ആവശ്യമുള്ളത് അത് മാത്രം നമ്മൾ എടുക്കാവൂ. കാരണം ഇതിൽ ഒരുപാട് നമുക്ക് വേണ്ടതും വേണ്ടാത്തൊക്കെ ഉണ്ട്. ഇതിന്റെ മെഴുക്, അവസാനത്തിൽ മെഴുക് വരും. ഈ മെഴുക് നമ്മുടെ കാല് വിണ്ട് കയറല്, ചുണ്ട് പൊട്ടല്, അതുപോലെ തന്നെ ഒരുപാട് ശാരീരികമായ വേദനകൾക്കൊക്കെ ഈ ഇതിന്റെ മെഴുകില് നമ്മൾ ചില ഒറ്റമൂലികൾ ചേർത്തിട്ട് ഒരു മരുന്നാക്കി ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പെട്രോളിയം ജെല്ലിക്ക് പകരം ഏറ്റവും നല്ലത് ഈ തേനീച്ചയുടെ മെഴുക് ഉപയോഗിച്ചുണ്ടാക്കുന്ന വാക്സ് വാങ്ങിയിട്ട് നമ്മൾ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇതൊന്നും ആരും ചെയ്യാറില്ല. തേനീച്ച കർഷകർക്ക് ഇഷ്ടംപോലെ മെഴുക് കിട്ടും. ഈ മെഴുകിൽ നിന്നാണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് മുഖത്ത് തേക്കാനും ചുണ്ടിൽ തേക്കാനും ഈ തണുപ്പ് കാലത്ത് കാല് വിണ്ട് കയറുന്നത് തേക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ തേനീച്ചയുടെ വാക്സ് കൊണ്ടുണ്ടാക്കുന്ന ബാമുകൾ. ഓക്കെ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, പിന്നെ ഇത് ഇത്ര സിമ്പിളായിരുന്നു. പക്ഷെ ഇത് സിമ്പിളല്ല, ഇത് അതിൻ്റെ രീതിയിൽ എടുക്കണം. ഇതാണ്ടേ ഇപ്പം നമ്മൾ എടുത്തപ്പം കണ്ടില്ലേ പൂമ്പൊടിയും. ആ പൂമ്പൊടി അതിൽ എങ്ങനെയായാലും നമ്മൾ കുറച്ച് പൂമ്പൊടി നമ്മൾ ചെറുതേനിൽ വരും. അത് ചെറുതേൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ മുമ്പ് കാണിച്ചില്ലേ, ഒരു ഈർക്കിളി കൈ കരുതി നമുക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റും. മറ്റേ പൂമ്പൊടി ആ മഞ്ഞ കളറില്ലേ, ആ ഒരു ഇതുണ്ടോ നല്ല പണ്ട് കാലത്തൊക്കെ നമ്മൾ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഉമ്മാവിൻ്റെ കളർ എന്ന് പറയാം. ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്കാണ്. ഒരു പ്രത്യേകതരം മരത്തിൻ്റെ കറകൾ ഉപയോഗിച്ചാണ് എന്തുണ്ടാക്കുന്നത്, ഈ തേനീച്ച കൂടുണ്ടാക്കുക, ചെറുതേനീച്ച. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ തേന് അത്രയ്ക്ക് സേഫായിട്ടാണ് അവർ സൂക്ഷിക്കുകയും ചെയ്യുക ഓരോ അറയിലും. ഒരു തേനീച്ച തേനെടുത്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് ഒരു പൂവിൽ പോയി തേനെടുത്ത് കൊണ്ടുവന്ന് തേന് ആക്കുന്ന സിസ്റ്റം അല്ല തേനീച്ചയുണ്ട്. കാരണം ഒരു തേനീച്ച തേനെടുത്ത് പൂവിൽ നിന്നും പോയി അത് ശേഖരിച്ച് മറ്റുള്ള തേനീച്ച കൈമാറി അങ്ങനെ ഏകദേശം ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് ശുദ്ധമായ ഒരു തേൻ നമുക്ക് കിട്ടുന്നത്. ഇതിപ്പം നമ്മൾ അവസാനം തുണിയിലിട്ടു, തുണിയിൽ നിന്ന് നമ്മളെ പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മളിത് കൈകൊണ്ട് ഇനി തൊടില്ല. കാരണം കൈകൊണ്ട് തൊട്ട തേനുകളുണ്ട്, അത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കസ്റ്റമർക്ക്, അതായത് നിങ്ങളെപ്പോലുള്ള ഈ വീഡിയോ കാണുന്ന ആർക്കാണ് ആവശ്യമുള്ളത് അവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് എപ്പോൾ പോഴുമ്പോൾ നമുക്കിത് വീഡിയോ എടുത്ത് പകർത്താനുള്ള സംവിധാനം ഉണ്ടാവാറില്ല. കാരണം ചിലപ്പോൾ ഞാൻ എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ആവശ്യപ്പെട്ട ആളുകൾ നമുക്ക് എടുത്തു തരുന്നുണ്ടാവും. നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് നമുക്കൊരു കൂട്ടുന്ന കിട്ടിയതിന്. കാരണം ഈ സീസൺ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. സീസൺ എടുത്താൽ നമുക്ക് എങ്ങനെയാലും ചിലപ്പം ഒരു 350-400 വരെ തേൻ കിട്ടും. ഈ തേനെടുക്കാൻ നമ്മളിപ്പം ചെയ്ത എല്ലാ സാമഗ്രികളും, അതായത് അതിൻ്റെ അവസാനം കണ്ട മെഴുക്, എക്സ്റേയുടെ ഷീറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ മുട്ട കാര്യങ്ങൾ, നമ്മൾ പിഴിയാൻ വെച്ച തുണി, ഓക്കെ, ഇത്രയും നമ്മൾ ചെറിയ ഈർക്കിളി പോലും നമുക്ക് അവിടെ ആവശ്യം വേണ്ടി വന്നിരുന്നു. അപ്പോൾ നമ്മൾ അവസാനം നമുക്ക് കിട്ടിയ തേൻ നമ്മൾ ബോട്ടിൽ നോക്കുകയാണ്. ബോട്ടിലിൻ്റെ വെയിറ്റ് 24 ഗ്രാം ഉണ്ട്. 0 ആക്കി നമുക്ക് കിട്ടിയ തേന് 250 ഗ്രാമിൻ്റെ ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് നമ്മൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു തരാണ്. ചില ആളുകൾക്കൊരു വിചാരം ഉണ്ടാവും, ഇവർക്കിത് ഒരുപാട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളിതിന് മാക്സിമം റേറ്റും ഈടാക്കുന്നത്. കാരണം ഇത് ചെറുതേന് നമ്മൾ കുറച്ചാണെങ്കിൽ പോലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് മെഡിസിൻ വാല്യൂ ആണ്. കാരണം നിങ്ങൾ ജസ്റ്റ് ചെറുതേനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല തേന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ശുദ്ധമായ ഒന്നാമത് ചെറുതേൻ ആവശ്യമെങ്കിൽ എന്നെ വിളിക്കാം. ഷാഫി വയനാട്, മടി കൂടാതെ വിളിക്കാം. ഓക്കെ, ഇതിപ്പോൾ നമുക്കുണ്ട് 240, 242. നമുക്ക് അവിടെ കുറച്ച് തേൻ ഇനി എടുക്കാനുണ്ട്. അത് നമ്മുടെ പാത്രത്തിലൊക്കെ കുറച്ച് തേനുകളുണ്ട്. അപ്പം നമ്മളതെല്ലാം ഫില്ല് ചെയ്ത് എങ്ങനെയാലും ഒരു 300 ഗ്രാം തേനുണ്ട്. അത് 300 ഗ്രാം തേൻ നമ്മൾ നാളെന്ന് വെയിലേക്ക് കൊള്ളിച്ച് വറ്റിച്ച് കഴിഞ്ഞാൽ വെയിൽ കൊള്ളിക്കണം. കാരണം പച്ച തേൻ കൊണ്ട് ജസ്റ്റ് വെയിൽ കൊള്ളിച്ചതാ ഇപ്പം 256 ഗ്രാമായി. അതൊന്ന് വെയിൽ കൊള്ളിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും 250 ഗ്രാം തേന് കറക്റ്റ് കിട്ടും. ഇത്രേ കിട്ടുള്ളൂ ഒരു കൂട്ടിൽ നിന്നൊക്കെ. അപ്പം ഇതുപോലുള്ള നമ്മുടെ ശുദ്ധമായ നമ്മൾ ഇതുപോലെ കളക്ട് ചെയ്യുന്ന ഒന്നാമതും ചെറുതേന് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്, കാട്ടുതേന് കളക്ട് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള തേന് ആവശ്യമെങ്കിൽ എന്നെ വിളിക്കാം. ഷാഫി വയനാട്. വേറെ വീഡിയോ ആയിട്ട് കാണാം.